ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോതമംഗലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. എന്താണ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്? ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിവികാസമാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ബുദ്ധിവികാസം എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിവികാസം അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ഒരു 50% ആദ്യ കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. 30 മുതൽ 90% വരെ 8 വയസ്സിനുള്ളിൽ ബുദ്ധി വളർച്ച നടക്കുന്നതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബുദ്ധിവികാസം എന്ന് പറയുന്ന ഒരു സങ്കീർണമായ വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിർവചിക്കാൻ പല ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും നമുക്കൊരു നിർവചനം കൊടുക്കാവുന്നതാണ്. ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ബിഗിൻസ് വിത്ത് കറസ്പോണ്ടിങ് ടു സിമ്പിൾ സ്റ്റിമുലൈ. ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ആവേഗങ്ങൾക്ക് എതിരെ പ്രതികരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ അത് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വികാസത്തെയാണ് നമ്മൾ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ബുദ്ധിവികാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ പല രീതിയിൽ പറയാം. അതായത് നമ്മുടെ സെൻസേഷൻ, പെർസെപ്ഷൻ ആൻഡ് കൺസെപ്റ്റ് ഫോർമേഷൻ, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ് ആൻഡ് ലാംഗ്വേജ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കൺസെപ്റ്റ് ഫോർമേഷനും ബുദ്ധി, ഓർമ്മ, ശ്രദ്ധിക്കാനുള്ള കഴിവ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒന്നാണ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻസേഷൻ, പെർസെപ്ഷൻ, കൺസെപ്റ്റ് ഫോർമേഷൻ, അറ്റൻഷൻ, ഇമാജിനേഷൻ, റീസണിങ് ആൻഡ് ലാംഗ്വേജ് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഇതെല്ലാം ദീസ് ഓൾ ആർ ഇൻ്റർ റിലേറ്റഡ്. ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തേക്കണെയാണ്. അതുപോലെ തന്നെ ഇതെല്ലാം ഒരുമിച്ചാണ് വികസിക്കുന്നത്, ഡെവലപ്ഡ് ടുഗദർ. ഓക്കെ, ഇൻ്റലക്ച്വൽ. ഇനി നമുക്കറിയാം ഈ ബുദ്ധിവികാസത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ഇൻ ദ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ സെൻസേഷൻ. സെൻസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് സെൻസേഷൻ നടക്കുന്നത്. അതായത് ഈസ് ദ പ്രോസസ് വെയർ ബൈ വി റിസീവ് റോ ഇൻഫോർമേഷൻ അബൌട്ട് ദ എൻവയോൺമെൻറ്റ് ബൈ ദ ആക്ഷൻ ഓഫ് അവർ സെൻസ് ഓർഗൻസ്. നമ്മുടെ സെൻസ് ഓർഗൻസിൻ്റെ ഫലമായി നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ, അതായത് ഒരു വിവരം, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, സെൻസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അത് മനസ്സിലാക്കിയെടുക്കുക അല്ലെങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ സെൻസസ് വഴി അത് തിരിച്ചറിയുന്നതാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത്. ഈ സെൻസേഷനും പെർസെപ്ഷനും കണക്റ്റഡ് ആണ്. എന്താണ് ഇനി പെർസെപ്ഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മൾ സെൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും അത് കറക്റ്റായിട്ട് വ്യക്തതയോടും മനസ്സിലാക്കുന്ന വേറൊരു the sensory data to create product that we experience. അതായത് നമ്മൾ നേരത്തെ സെൻസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ നാഡീവ്യൂഹവുമായി ചേർന്ന് കറക്റ്റായിട്ട് അത് ഓർഗനൈസ് ചെയ്ത് അത് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ ആർ ദ റിസൾട്ട് ഓഫ് മീനിങ് ഇൻ ട്രഡീഷൻസ് ഓഫ് ദ സബ്ജക്റ്റ് സെൻസർ. അത് നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തെ കുറിച്ചാണോ കണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്, അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു മീനിങ് ഫുൾ റിസൾട്ടിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പെർസെപ്ഷൻ. പെർസെപ്ഷനിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണെന്ന് നമുക്ക് ഫ്രം വോൾ ടു പാർട്ട്. അത് ഫ്രം വോൾ ടു പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് കറക്റ്റായിട്ട് അതായത് ഒരു വലിയൊരു പാരഗ്രാഫ്, ഒരു ടോപ്പിക് വന്നു, ആ ടോപ്പിക്കിൻ്റെ മൊത്തമായിട്ട് നമുക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷെ അത് പിന്നീടാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു നോട്ടിനെ കുറിച്ച് പഠിക്കുന്നത്, കേന്ദ്രീകരിക്കുന്നത്. അതായത് ഫ്രം വോൾ ടു പാർട്ട്, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, ഇല്ലുസ്ട്രി ഓർ ഫാൾസ് പെർസെപ്ഷൻ. അതായത് നമുക്ക് ചില സമയത്ത് തെറ്റായ തരത്തിലുള്ള പെർസെപ്ഷൻസ് ഉണ്ടാവും. ദെൻ ക്രോസ് പെർസെപ്ഷൻ, ഇൻഫ്ലുവൻസ് ഓഫ് ഇമ്മീഡിയറ്റ് പെർസെപ്ഷൻ, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന ഒരു സംവേദനം അല്ലെങ്കിൽ പറയുന്നത് പ്രത്യേക രൂപീകരണമൊക്കെ നമുക്കുണ്ടാവുന്നതാണ് പെർസെപ്ഷൻ ഓഫ് ഇൻറ്റൻസ് സ്റ്റിമുലൈ, പെട്ടെന്നുണ്ടാവുന്നതാവാം. നാരോ സ്പാൻ ഓഫ് പെർസെപ്ഷൻ, ചെറിയ രീതിയിലുള്ള
പെർസെപ്ഷൻ. ഇതെല്ലാമാണ് എന്ത് പെർസെപ്ഷൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഫ്രം വോൾ ടു പാർട്ട്, ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ, ഇല്ലുസറി ആൻഡ് ഫാസ്റ്റ് പെർസെപ്ഷൻ, ഗ്രോസ് പെർസെപ്ഷൻ, ഇൻഫ്ലുവൻസ് ഇമ്മീഡിയറ്റ് ഇൻട്രസ്റ്റ്, പെർസെപ്ഷൻ ഓഫ് ഇൻറ്റൻസ് സ്റ്റിമുലൈ, നാരോ സ്പാൻ ഓഫ് പെർസെപ്ഷൻ.